ഹലോ സാദറെ. ആ ഉമ്മ റമീസ് ഇല്ല? റമീസ് ഇല്ല. റമീസ് പെട്ടെന്ന് ബാപ്പാൻ തോന്നിച്ച് ബാംഗ്ലൂർ പോയിനി. അതാ ഇന്ന് കോളേജിൽ കാണാതെ. ഞാൻ അവനെ കാണാനായിട്ടാണ് അവന്റെ ഫോണിൽ വിളിച്ചിട്ടെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്, ഫോൺ എടുക്കുന്നില്ല, റിങ് ആകുമ്പോ കട്ടായി പോകുന്നു. ഓൻ പെട്ടെന്നാണ്. ഓ അതെന്താ പെട്ടെന്ന് പോയേ? ഉപ്പാനെ പരമ്പോയതാ? പെട്ടെന്ന് ബാപ്പാക്ക് പോണ്ടി വന്നോണ്ട് ഓനെ കിട്ടിയതാണ്. അത് ശരി. ആ അപ്പൊ ഉമ്മ ഒറ്റക്കാന്നാ വീട്ടില്? ഞാൻ ഒറ്റക്കേ ഉള്ളൂ. പെണ്ണിനെ വിളിച്ചു നോക്കി. പെണ്ണിനെ വിളിച്ചാലും പറഞ്ഞ് പെണ്ണിന് മക്കളെല്ലാം സ്കൂളിൽ പോന്നു, അതുകൊണ്ട് വരാൻ പറ്റൂലെന്ന്. ഓ അത് ശരി. അപ്പൊ രാത്രി ഒറ്റക്കാണാ? ഒറ്റക്കേ ഉള്ളൂ. കൂട്ടു ഞാൻ പറഞ്ഞ കൂട്ടു കിടക്കാൻ വരുന്നുണ്ടാ? ഞാൻ വരണ്ടേക്ക് ഉമ്മ പറഞ്ഞാ ഞാൻ വരും. ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ചോദിച്ചേ. അതെ, എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എന്നാ ഭാഗം. ഞാൻ വരാ. എന്താ വന്നാല് അന്നത്തെ പോലെയൊന്നും എല്ലാം ആവൂല കേട്ടാ. അതെന്താ? പിന്നെന്തിനാ ഞാൻ വരുന്നത്? നീ വന്നു, നമുക്ക് നോക്കാം. അതെന്താ ഉമ്മക്ക് മറ്റേ ഇത് അടുത്താ? അടുത്തിട്ടൊന്നല്ല. പിന്നെന്താ? അല്ല, അന്നത്തെ കളി ഇച്ചിരി കൂടിപ്പോയോന്ന് സംശയമുണ്ട്. അന്നത്തെ കളി കൂടിപ്പോയിട്ടൊന്നല്ല, എനിക്ക് മതിയായിട്ടില്ലല്ലോ. എനിക്ക് മതിയാവില്ലല്ലോ, നീ ചെറുപ്പല്ലേ. ഓ ഇനിയിപ്പൊ ഉമ്മ അത് ഇത്ര കുറച്ച് പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് സംഗതിയൊക്കെ നല്ല ഇതല്ലേ. ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല പുതിയ പോലെ ഉണ്ടുമ്മ. അതുകൊണ്ടല്ലേ ഞാൻ ചിലപ്പോ വിചാരിക്കലുണ്ട്, റമീസിന്റെ ഒപ്പം ഒന്നും ചെയ്യലൊന്നുമില്ലേ? ഒന്നും ചെയ്തിട്ടൊന്നും ആയിട്ടില്ല. ഒന്നും ഉടക്കലില്ല അല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് പറ, വരട്ടെ എന്തായാലും. എനിക്ക് വരാൻ പറ്റുമെന്ന് വരാൻ പറ്റുമെങ്കിലും ഒന്നല്ല ഉമ്മ പറയാ പറ്റുമെങ്കിലല്ല എന്തായാലും വരും. പിന്നെ രാത്രി ആരും വരില്ലല്ലോ മോളൊന്നും? രാത്രി ഇനി ആരാ വരാനുള്ള ആരുമില്ല. ഇനി ആരെങ്കിലും വരുന്നത് തന്നെ വരണ്ടെന്ന് പറഞ്ഞേ. അല്ല, നീ വരുമെങ്കിൽ ഞാനിനി പെണ്ണോട് കുളിച്ചു പറയണോ, ഇനി തിരക്കിട്ട് വരുമൊന്നും വേണ്ട, വരുന്നുണ്ടോ തന്നെ. അങ്ങനെ പറഞ്ഞേ. പിന്നെ ഞാൻ ബൈക്കും കൊണ്ടങ്ങ് വന്നാല് വണ്ടി ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റുമോ? എല്ലാവർക്കും സംശയമാവുക. നീ പകുതിക്കൊന്ന് ഉരുട്ടിയിട്ടാത്തിന് കയറ്റിക്കോ കേട്ടാ. അല്ല, വീട്ടില് വേറെ വണ്ടി റമീസിന്റെ ബൈക്കില്ലേ ആടാ? റമീസിന്റെ ബൈക്കുണ്ട്. അതിന്റെ ഇടയിൽ അങ്ങോട്ട് ഉള്ളിൽ കയറ്റി വെച്ചൂടെ? ആരും അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ. നീ ഉള്ളിൽ കയറ്റിക്കോ. ഉള്ളില് കയറ്റാൻ വിട്ടാ മതി. ഉള്ളിൽ കയറ്റാൻ തന്നെ വരുന്നത്. പിന്നില്ലേ അമ്മ, അന്നത്തെ പോലെ തീരെ ഉള്ളിലാക്കാണ്ട് ആക്കറ് കേട്ടാ. ഉള്ളിലാക്കാണ്ട് നിന്റത് വലിയ കണ്ണാണ്. ഞാൻ ചെറിയ ആളല്ലേ. ചെറുതായോണ്ട് നിന്റത് വലിയ മണ്ണുണ്ടല്ലോ. അത് കണ്ടല്ലേ ഉമ്മ കാണാതെ സ്വർഗ്ഗമെല്ലാം അന്ന് കണ്ടിരുന്നത്. പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ എന്നോട്. പിന്നെ ഉമ്മ പറയണ്ടേ? പറയുന്ന കേൾക്കാൻ ഒരു രസമല്ലേ ഉമ്മ? അല്ല, പറഞ്ഞിട്ട് എന്തിനാ അതിന്റെ രസം കളയുന്നു? പറഞ്ഞാലല്ലേ എനിക്ക് കൂടുതൽ രസം ഉണ്ടാവുക വരുമ്പോ. എന്നാ പറഞ്ഞാലേ ഇതുണ്ടാവുക അല്ലേ? നീ പിന്നെ കുറച്ച് ഇരുടായിട്ട് വന്നാ മതി കേട്ടാ. അല്ല, ഞാൻ അങ്ങനെ വരുള്ളൂ. ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ? അങ്ങനെ വന്നാ മതി. ഒരു 10-10:30 വരുള്ളൂ. പിന്നെ നാളെ ഞാൻ കോളേജ് ലീവാക്കണോ? നേരം വെയിറ്റ് പോയാൽ കുഴപ്പമുണ്ടോ? ലീവാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നു. എനിക്ക് അന്ന് ഒരു തവണ ഉമ്മാനെ കിട്ടിയിട്ട് പിന്നെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഞാൻ എല്ലാ ദിവസവും പിന്നെ ഉമ്മാനെ വിചാരിച്ചിട്ടാ ഉറങ്ങുന്നത്.
അതെയാ. ഉറക്കെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നമ്മള് ഒരുമിച്ച് പ്രായമുള്ള കൂട്ടരല്ലേ അവസ്ഥ. ഉം. ഉം, അല്ല, ഇനി എനിക്ക് ഓർമ്മിച്ച് കിടക്കാലോ നാളെ. ആ ഇത് ആ. തിരക്ക് കൂട്ടരുത് കേട്ടോ. എനിക്ക് സാവധാനം കളിക്കാനാ എനക്കിഷ്ടം. ഉമ്മ അന്ന് തിരക്കാക്കിയിട്ടില്ല. ഇന്നാരും വീട്ടിലാരും വരൂലെന്നുള്ളൊരു ഉറപ്പല്ലേ. ഇന്ന് ആരും ഇനി വരുമൊന്നുമില്ല. അന്ന് ഞാൻ പിന്നെ അന്ന് വീട്ടില് കിടന്ന് പോയോണ്ടല്ലേ. ഉം. അന്ന് റമീസിന്റെ ഒപ്പം കിടന്ന് അന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് തോന്നിയത്, അന്ന് ബാത്റൂമിൽ പോകണം. അന്നേരമാണ് ഉമ്മാനെയും ഇപ്പുറത്ത് കണ്ടത്. ആ. ഞാൻ വിചാരിച്ച അന്ന് ഉമ്മ ഒറ്റ വെക്കുന്ന കേട്ടാ. ആ, ഞാൻ ഒച്ച വെക്കുകയും. അതെന്തിന്? പിന്നല്ലേ എനക്ക് തോന്നിയ ഉമ്മാക്ക് നല്ല ഇഷ്ടായിന്ന്. നല്ല വലിയ ഇതും കൊണ്ടുപോയിട്ട് കൊണ്ട് കളിക്കുമ്പോ പിന്നെ ഒച്ച വെക്കാണ്ട് ഇന്നൊന്നും ചെയ്യാന്. ഒച്ചയല്ല ഞാൻ പിടിച്ചേറാൻ ഞാൻ വിചാരിച്ച് ഉമ്മക്ക് തീരെ ഇഷ്ടപ്പെടൂല എന്നാ എന്റെ വിചാരം. അങ്ങനെയാ. ആ ഞാൻ വിചാരിച്ച് ഉമ്മ ചിലപ്പോ എന്റെ മോന്റെ അത്രയെല്ലാം ഉള്ളിടാൻ പറഞ്ഞ എന്റെ പ്രശ്നമാക്കുമെന്നുള്ള പേടിയായിരുന്നു. പിന്നല്ലേ എനിക്ക് മനസ്സിലായേ ഉമ്മ ഇതൊന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുന്നു. ഒച്ചയൊന്നും വെക്കൂല എന്തായാലും. അതെന്തേനും അതെന്താ അപ്പൊ ഇത് കൊറേ ആയിട്ടില്ലേ കിട്ടാതെ അല്ലേ? അല്ല ഞാനന്ന് നമ്മള് ഒരുമിച്ച് കളിച്ചിട്ട് പിന്നെ റമീസിന്റെ ബാപ്പ ഇതുവരെ ഉമ്മാനെ തൊട്ട? ബാപ്പ തൊടുവെല്ലാം ചെയ്യും, പക്ഷേങ്കില് അത്ര വലിയ കളിയൊന്നുമില്ല അയാൾക്ക്. എവിടെയാണ് ഇങ്ങനെ ബാംഗ്ലൂർ ഇടക്കിടക്ക് ആടിയിടിയെല്ലാം പോണു. അപ്പൊ ഉമ്മേന്റെ കാര്യമൊന്നും ഓർമ്മയില്ലല്ലേ? എന്റെ കാര്യം ഓർമ്മിച്ചിട്ട് നിൽക്കും. ഉമ്മാക്ക് പറ്റുമെങ്കിൽ ഇതിപ്പോ റമീസ് കോളേജിൽ ഉണ്ടായാൽ തന്നെ ഞാൻ ഇടക്ക് കോളേജിൽ നിന്ന് മുങ്ങിയിട്ട് വീട്ടിൽ വന്നാല് ആരെങ്കിലും അറിയോ? ഇല്ല, അപ്പൊ ഓനെ അന്വേഷിക്കുന്ന എന്നെ അന്വേഷിക്കാൻ ഞാൻ പലരെയും പോയി പറഞ്ഞു. ഇല്ല, ഓൻ എങ്ങനെ വീട്ടിൽ ഇടക്കിടക്ക് വിളിച്ചോണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വരുവാ എന്താ ചെയ്യുക കോളേജിൽ നിന്നൊക്കെ? വീട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ ഇന്ന് വന്നു കഴിഞ്ഞാല് പിന്നെ ഇതുപോലത്തെ അവസരം ഇപ്പം കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനേ ബാക്കിയുള്ള ഇടക്ക് കോളേജ് കെട്ടി ചുമ്മാ എൻ്റെ അടുത്തേക്ക് വന്നാല് ആരും അറിയാന്നില്ലല്ലോ. ആരും അറിയൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. പക്ഷേങ്കില് എനിക്കൊന്ന് ഉമ്മാനെ ഒന്ന് പകല് നന്നായിട്ടൊന്ന് പൂശി കളിക്കണം എന്തേന്ന്. ഇന്നത്തെ കളി എന്ന് പറഞ്ഞാല് ഫുള്ള് കളിയാണ്. അതിന് ഉമ്മ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് സമ്മതിക്കണം. ലൈറ്റ് ഇട്ടാ പോരെ? ലൈറ്റ് ഇടുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് ആള് കാണൂലേ? അത് നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഇട്ടിട്ട് നോക്കാം. ഏതെങ്കിലും ഉള്ളോട്ടൊന്ന് ലൈറ്റ് ഇട്ടിട്ട് നോക്കാം. അത് കുഴപ്പമില്ല. എന്നാലും പകലത്തെ ഒരു കളിയും രാത്രി ലൈറ്റ് ഇട്ടുള്ള കളിയും രണ്ടും രണ്ടാന്ന് ഉമ്മ. പിന്നെ ഉമ്മ ശരിക്കും പറഞ്ഞ ഉമ്മക്ക് എത്ര വയസ്സുണ്ട്? ശരിക്കില്ല, ഒരു 30 വയസ്സിന് മേലോട്ട് പറയത്തേയില്ല. അതല്ലേ എനിക്ക് ഇത്ര ഹാലിളകുന്നു ഉമ്മാനെ കാണുമ്പോ. ഉമ്മാന്റെ അപ്പുറം തന്നെ കളിക്കണോന്ന്. എനിക്ക് വലിയ വയസ്സൊന്നുമില്ല കേട്ടാ, ശരിക്കും വേണ്ട. എന്നാലും 30 വയസ്സ് അത്രേ തോന്നുന്നുള്ളൂ. അതൊന്നല്ല. അപ്പൊ ആ കളവനെ വേഗം കല്യാണം കഴിച്ച് പോയതല്ലേ ഒരുമിച്ച്? കുറച്ച് പ്രായം കൂടുതലാണ്. അല്ല ഉമ്മാനെ തിരിഞ്ഞു നോക്കാതെ. അപ്പൊ ഉമ്മാന്ന് വിളിക്കണ്ട, ശരിക്കും താത്താന്ന് വിളിച്ചാ മതി അല്ലേ? താത്താന്നോ ഉമ്മാന്നോ എന്ന് വിളിച്ചോ. എന്തായാലും ഇനി എനിക്ക് ക്ഷമയില്ല. എന്തായാലും ഇപ്പം വിളിക്കാൻ തോന്നിയത് നന്നായി. ഞാൻ വിചാരിച്ച് വിളിക്കണ്ട, അവനെ വിളിച്ചിട്ട് കിട്ടാതപ്പോ ഞാൻ വിചാരിച്ചു വിളിക്കണ്ട. പിന്നെ എനിക്ക് ഉമ്മാനൊന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് വെച്ചിട്ട് വിളിച്ചതാ. എനിക്കാണെങ്കിൽ അന്നത്തെ ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഉമ്മ. ബെല്ലൊന്നും അടിക്കൂല. എനിക്ക് ഉമ്മാന്റെ മിൽമേന്റെ വണ്ണം ഇപ്പൊ മനസ്സിന്ന് പോകുന്നില്ല. വന്നാ പാല് കുടിക്കാൻ തരണം കുറച്ച് കേട്ടാ. നോക്കട്ടെ.